GITയുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ക്ലോസ്ട്രിഡിയം ഡിഫിഷ്യൽ അസോസിയേറ്റഡ് ഡയറിയയുടെ കൾച്ചർ മെത്തേഡ്സും then Yersinia enterocolitica കൾച്ചർ മെത്തേഡ്സും പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് മക്കോങ്കി അഗാർ എന്നുള്ള രീതിയിൽ സോർബിറ്റൽ മക്കോങ്കി അഗാറും then GIT ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, then ക്ലോസ്ട്രിഡിയം ഡിഫിഷ്യൽ അസോസിയേറ്റഡ് ഡയറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് മെയിൻ ആയിട്ട് 3 ടെസ്റ്റിനെയാണ് ബേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ കൾച്ചർ, then ഡിറ്റക്ഷൻ ഓഫ് സൈറ്റോടോക്സിൻ ബൈ ടിഷ്യൂ കൾച്ചർ, then ആന്റിജൻ ഡിറ്റക്ഷൻ അസേ. ഈ 3 രീതിയിലാണ് ക്ലോസ്ട്രിഡിയം ഡിഫിഷ്യൽ അസോസിയേറ്റഡ് ഡയറിയയുടെ ലാബ് ഡയഗ്നോസിസ് വരുന്നത്. ഓക്കെ, കൾച്ചർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ക്ലോസ്ട്രിഡിയം നമ്മൾ എടുത്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഇറ്റ്സ് എ സ്ട്രിക്റ്റ് അനറോബ്സ് ആയിരിക്കും. ദേ ഗ്രോ വെൽ ഓൺ ബ്ലഡ് അഗാർ. then cycloserine act as a selective agent. cycloserine selective media ആയിരിക്കും നമ്മൾ commonly isolation വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. then the toxin detection is mainly with the help of tissue cultures. then antigen detection is mainly with the help of enzyme immunoassay and lattice agglutination test വെച്ച് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. okay, then TSC agar, that is tryptose sulfate cycloserine agar. It is a mainly used for the quantitative recovery of Clostridium perfringens. In this, sodium metabolite and ferric ammonium citrate act as an indicator of sulfate reduction, and it is indicated by the H2S production. അങ്ങനെ നമുക്ക് black colored colonies ആയിരിക്കും കാണാൻ പറ്റുക. The D-cycloserine act as an inhibitory of the accompanying normal flora. നമുക്ക് ഇതിന്റെ അകത്ത് വരുന്ന normal flora ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി D-cycloserine ഉണ്ടാവും. ഇതാണ് നമ്മുടെ TSC, ദാറ്റ് ഈസ് ട്രിപ്റ്റോസ് സൾഫേറ്റ് സൈക്ലോസറിൻ മീഡിയ ആയിരിക്കും. ക്ലോസ്ട്രിഡിയം പെർഫിൻജൻസ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു ബ്ലാക്ക് കളേർഡ് കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, then next one is the enterocolitica. It is a aerobic and facultative anaerobes ആയിരിക്കും. Yersinia enterocolitica, it's a aerobic and facultative anaerobes ആയിരിക്കും. Multiply at 4 degrees Celsius, grow well on blood agar and meconium agar. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് CIN agar ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ് സെഫുസോളോഡിൻ, ഇർഗാസൻ, നോവോബയോസിൻ agar ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ബോത്ത് ഡിഫറൻഷ്യൽ ആൻഡ് സെലക്റ്റീവ് മീഡിയ ഫോർ Yersinia enterocolitica ആൻഡ് ഓൾസോ Yersinia enterocolitica ആൻഡ് ഓൾസോ എറോമണാസ് സ്പീഷീസ്. ഇതിൻ്റെ അകത്ത് എറോമണാസ് സ്പീഷീസും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സോഡിയം പൈറുവേറ്റ് ഇറ്റ് ഏബിൾ ടു സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് Yersinia pestis and also magnesium sulfate also stimulate the growth of Yersinia pestis. ഇതിൻ്റെ അകത്തുള്ള സോഡിയം ക്ലോറൈഡ് മെയിൻറ്റെയിൻ ദ ഓസ്മോട്ടിക് ബാലൻസ് ഓഫ് ദ മീഡിയം. then sodium deoxycholate, പിന്നെ അതുപോലെ തന്നെ സോഡിയം കോളേറ്റ് ഉണ്ട്. അതിന്റെ ഇറ്റ് ബോത്ത് ക്യാൻ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇതിന്റെ pH ഇൻഡിക്കേറ്റർ ഈസ് ദ ന്യൂട്രൽ റെഡ് ആയിരിക്കും. then cephalosporin ഉണ്ടാവും, ഇറ്റ് ഇൻഹിബിറ്റ് ദ നോർമൽ ഫ്ലോറ ഓഫ് enteric bacteria. then and also novobiosin inhibit the other normal flora of the enteric bacteria. then crystal violet also inhibit the both gram positive and gram negative bacteria നെ ഈ crystal violet inhibit ചെയ്തതാണ്. ഇതിന്റെ അകത്ത് ആകെ എന്തിന്റെ ഗ്രോത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, Yersinia enterocoliticയുടെയും പിന്നെ അതുപോലെ തന്നെ എറോമണസ് സ്പീഷീസിന്റെ ഗ്രോത്ത് മാത്രമേ ഇതിന്റെ അകത്ത് പോസിബിൾ ആവത്തുള്ളൂ. ഡിഫറൻസിയേഷൻ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ മാൻറ്റോൾ ഫെർമെന്റേഷന്റെ ബേസ് ആയിട്ടായിരിക്കും. ഇതിന്റെ അകത്ത് മാൻറ്റോൾ ആണ് മെയിൻ ആയിട്ട് ഷുഗർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഓർഗാനിസം എന്തിനെ ഫെർമെന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാൻറ്റോളിനെ ഫെർമെന്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, റിഡക്ഷൻ ഇൻ ദ pH. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ന്യൂട്രലൈറ്റിന്റെ കളർ ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ആ കളർ ചേഞ്ചിനനുസരിച്ച് ഓർഗാനിസത്തിന്റെ കളർ മാറി, കോളനിയുടെ കളർ മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രസൻസ് ആയിട്ട് ഇതിനെന്ത് ഒരു ബുൾസ് ഐ അപ്പിയറൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതിന്റെ കോളനി നമുക്ക് കാണാൻ പറ്റും. ഇനി അതേ സമയത്ത് മാൻറ്റോളിനെ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ മാൻറ്റോളിനെ മെറ്റബോളൈസേഷൻ ചെയ്യാത്ത ഓർഗാനിസംസ് ആണെങ്കിൽ എന്തായിരിക്കും, കളർലെസ് ട്രാൻസ്ലൂസന്റ് കോളനീസ് ആയിട്ടായിരിക്കും ഓർഗാനിസം അപ്പിയർ ചെയ്യുക. ഓക്കെ, ഇതാണ് CIN agar എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് കാണുന്നത്. then sorbitol meconium agar, it is a modification of meconium agar എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ അകത്ത് ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറിനെ ആര് റീപ്ലേസ് ചെയ്യും, D-sorbitol is replaced with lactose. ഇതിന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രോഹെമറജിക് ഈക്കോളയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഈക്കോളെ O157H7, അത് എവിടെയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഈക്കോളയിൽ വരുന്നതാണ് O157H7. ഇത് എന്തിൽ കോസ് ചെയ്യുന്നുണ്ട്, ഇതിന് നമ്മുടെ സോർബിറ്റോളിനെ ഫെർമെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബാക്കിയുള്ള ഈക്കോളെ ഒന്നും സോർബിറ്റോളിനെ ഫെർമെന്റ് ചെയ്യത്തില്ല. അതിന്റെ ബേസിൽ ഇതിന്റെ മാത്രമുള്ള ഈ എൻട്രോഹെമറജിക് ഈക്കോളെ O157H7ന്റെ സെലക്റ്റീവ് ഐസൊലേഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോർബിറ്റോൾ മക്കോങ്കി അഗർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇസ് ദ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത് ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഉണ്ട്. മെയിൻ ആയിട്ട് റോട്ടാ വൈറസിനെ അതുപോലെ തന്നെ കോളറ ടോക്സിന്റെ ഡിറ്റക്ഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഹീറ്റ് ലബേൽ ടോക്സിൻ ഓഫ് ഈക്കോളേനെയും പിന്നെ അതുപോലെ തന്നെ കോളറ ടോക്സിന്റെ ഡിറ്റക്ഷൻ വേണ്ടിയിട്ടാണ്. ദെൻ അഗാർ ജെൽ ഡിഫ്യൂഷൻ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈക്കോളയുടെ ഹീറ്റ് ലബേൽ ടോക്സിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിന് ബൈക്കൺ ടെസ്റ്റ് എന്നും കൂടി പേരുണ്ട്. പിന്നെ എലൈസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് വെച്ചാൽ റോട്ടാ വൈറസിന്റെ ആന്റിജൻ ഡിറ്റക്ഷൻ, ജിആർഡിഎ ലാംബിയ ഡിറ്റക്ഷൻ, കോളറ ടോക്സിന്റെ ഡിറ്റക്ഷൻ, ലബൽ ടോക്സിൻ ഓഫ് ഈക്കോളെ ആൻഡ് സ്റ്റേബിൾ ടോക്സിൻ ഓഫ് ഈക്കോളെ ഇതിനൊക്കെ ഡിറ്റക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ എലൈസിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മോളിക്കുലർ ഡയഗ്നോസിസും ആയിട്ടുള്ള PCR, LCR, RFLP, ഫിഷ് DNA പ്രോബ് അനാലിസിസും പിന്നെ മോഡേൺ ടെക്നിക്സ് ആയിട്ടുള്ള ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, ടിഷ്യൂ കൾച്ചറും നമുക്ക് ഇതിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ മെയിൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം എന്താണ് കണ്ടാമിനേറ്റഡ് ഫുഡ്, ഫ്ലൂയിഡ്സ്, ഫിംഗേഴ്സ് വഴിയാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതെന്ന് അറിയാം. അന്നേരം എന്ത് വേണം, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റർ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇൻഫെക്ഷൻ കുറയ്ക്കാം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് മുനിസിപ്പൽ വാട്ടർ സപ്ലൈ ഫ്രം ഫീക്കൽ പൊല്യൂഷൻ, കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ദ യൂസ് ഓഫ് ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഹീറ്റ് ചെയ്ത് നല്ല തിളച്ച വെള്ളമാണെങ്കിൽ ഓർഗാനിസത്തിന്റെ ഡെത്ത് സംഭവിക്കും. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫ്രം കണ്ടാമിനേഷൻ, അതാണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഫുഡിനൊക്കെ പൊതിഞ്ഞു നല്ല രീതിയിൽ ഫുഡ് കുക്കൊക്കെ ചെയ്ത് വെക്കുക. ദെൻ അഡിക്കേറ്റ് കുക്കിംഗ് ഓഫ് ഫുഡ് ഓഫ് ആനിമൽ ഒറിജിൻ, നമ്മൾ ആനിമൽ ഒറിജിൻ വരുന്ന ഫുഡൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യാം. ദെൻ പേഴ്സണൽ ഹൈജീൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് കാരിയേഴ്സ്, അതായത് നമ്മുടെ എന്ത് ചെയ്യുക, കാരിയേഴ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വാക്സിനേഷൻ, ഇത്രയാണ് നമ്മുടെ GATയുടെ ഇൻഫെക്ഷൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ.